നമസ്കാരം. ഞാനിന്നിവിടെ സംസാരിക്കുന്നത് വെറ്റിനറി കോഴ്സിനെക്കുറിച്ചും അഗ്രികൾച്ചർ കോഴ്സിനെക്കുറിച്ചും വിശദമായ ഒരു കാര്യങ്ങളാണ്. ആദ്യം നമുക്ക് വെറ്റിനറി കോഴ്സിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷിമൃഗാദികളെ ഇഷ്ടപ്പെടാത്തവരായി ആരാ ഉള്ളത്? പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പക്ഷിസ്നേഹവും മൃഗസ്നേഹവുമൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ്. അങ്ങനെയെങ്കിൽ പക്ഷികളെയും മൃഗങ്ങളെയും കുറിച്ച് പഠിച്ചാലോ? ആനിമൽ വേൾഡ് എന്ന് പറയുന്നത് മനുഷ്യ ലോകത്തെക്കാളും വളരെ വലുതാണ്. പക്ഷികളുടെയും അങ്ങനെ തന്നെയാണ്. ഒരു പൂച്ചയുടെ അനാട്ടമി അല്ല പറക്കുന്ന ഒരു പക്ഷിയുടേത്. വളരെ വ്യത്യസ്തമായ ബ്രെയിൻ പാറ്റേൺ, വ്യത്യസ്തമായ ബോൺസ്, സ്കിൻ, നെയിൽ, അങ്ങനെയെല്ലാം ഒന്ന് മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. പക്ഷി മൃഗസ്നേഹം ഉള്ളവർക്ക് മാത്രമല്ല, അത് ഇല്ലാത്തവരായാലും പഠിച്ചാൽ ഭാവിയിൽ ഒരുപാട് ഉപകാരപ്രദമായ ഒരു കോഴ്സ് തന്നെയാണ് ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ്. ഇത് ലോകവ്യാപകമായി എവിടെയും പോയി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് BVS കോഴ്സ്. നമ്മുടെ രാജ്യത്ത് ഈ കോഴ്സ് പഠിക്കുന്നതിനായിട്ട് ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് ആയാലും വളരെ കുറച്ച് കോളേജുകൾ മാത്രമേ നിലവിലുള്ളൂ. എന്നാൽ ഇത്തരം കോഴ്സുകൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വളരെ മികച്ച തൊഴിലവസരങ്ങൾ ഈ മേഖലയിൽ നിന്ന് തന്നെ ലഭിക്കും എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ തൊഴിലവസരങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. വെറ്റിനറി സർജൻ, കോളേജിലോ മറ്റ് ഇതര സ്ഥാപനങ്ങളിലോ അസിസ്റ്റൻ്റ് പ്രൊഫസർ, അഗ്രികൾച്ചറൽ ആൻഡ് ഫുഡ് സയൻറ്റിസ്റ്റ്, മൈക്രോ ബയോളജിസ്റ്റ്, സുവോളജിസ്റ്റ്, വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റ്, മെഡിക്കൽ സയൻറ്റിസ്റ്റ്, ഡയറി ടെക്നോളജിസ്റ്റ്, അതുപോലെ തന്നെ പൗൾട്രി മേഖലകളിലെ വിവിധ തസ്തികകളിൽ തൊഴിലവസരമുണ്ട്. കൂടാതെ ആനിമൽ ബ്രീഡിംഗ് സെക്ഷനുകളിലും വൈൽഡ് സാങ്ച്വറികളിലും അവസരങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇത്രയധികം തൊഴിൽ സാധ്യതയുള്ള വെറ്റിനറി സയൻസിലെ BVS ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് എന്ന ഈ കോഴ്സ് നിങ്ങൾ പഠിക്കുന്നുവെങ്കിൽ മികച്ച കോളേജും ലാബ് സൗകര്യങ്ങളും പ്രാക്ടിക്കൽ സ്റ്റഡിക്കായി ഏറ്റവും നല്ല ഫാം സൗകര്യങ്ങളുമുള്ള കോളേജുകളായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് എന്ന ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 4.5 വർഷം പ്ലസ് 1 ഇയർ ഇൻറ്റേൺഷിപ്പ്, മൊത്തം 5.5 വർഷത്തെ കാലയളവാണ് ഇതിന് വേണ്ടത്. അതോടൊപ്പം തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോളേജിൽ VCI അതായത് വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുണ്ടോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞിരിക്കണം. അതും കുട്ടികൾക്ക് മികച്ച ഭക്ഷണ സൗകര്യങ്ങളും ഹോസ്റ്റൽ ഫെസിലിറ്റിയും അതോടൊപ്പം തന്നെ കുട്ടികളുടെ സുരക്ഷയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നതുമായ സ്ഥാപനങ്ങളായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അടുത്തതായി ഞാൻ സംസാരിക്കുന്നത് അഗ്രികൾച്ചർ കോഴ്സിനെ കുറിച്ചാണ്. എന്താണ് അഗ്രികൾച്ചർ കോഴ്സ് പഠിച്ചാലുള്ള ഗുണം? ഈ കോഴ്സ് പഠിക്കുന്നതിന് മികച്ച കോളേജുകൾ ഏവ, ഇതിൻ്റെ ജോലി സാധ്യതകൾ എന്തെല്ലാമാണ് എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ വിശദീകരിക്കാം. ലോകത്തിലെ സകല മനുഷ്യരുടെയും ജീവനെ താങ്ങി നിർത്തുന്ന ഒരു വലിയ ഫീൽഡ് തന്നെയാണ് അഗ്രികൾച്ചർ ഫീൽഡ് എന്ന് പറയുന്നത്. ധാരാളം തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന അഗ്രികൾച്ചർ കോഴ്സിനെ പറ്റി അധികമാരും ശ്രദ്ധിക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഓരോ വർഷവും പിന്നിട്ട് പോകുന്തോറും അഗ്രികൾച്ചർ കോഴ്സിൻ്റെ ആവശ്യകത വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. ലോകത്തിൻ്റെ കുതിപ്പിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബൃഹത്തായ കോഴ്സ് തന്നെയാണ് BSc അഗ്രികൾച്ചർ. എന്നാൽ BSc അഗ്രികൾച്ചർ എന്ന ഈ കോഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും മനസ്സിലാക്കേണ്ടത് ആ വിദ്യാർത്ഥിക്ക് ലൈഫ് ടൈം വരെയും ജോലി സമൃദ്ധി ലഭ്യമാക്കുന്ന ഒരു കോഴ്സാണ് BSc അഗ്രികൾച്ചർ കോഴ്സ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 4 വർഷമാണ്. ഇതിൻ്റെ ജോലി സാധ്യതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകൾ വരുന്നത് ഗവൺമെൻറ് വിഭാഗത്തിലാണ്. പ്രൈവറ്റ് മേഖലകളിലും ജോലി സാധ്യതകൾ ഉണ്ട്. ഗവൺമെൻറ് വിഭാഗത്തിൽ അഗ്രികൾച്ചറൽ ഓഫീസർ, അസിസ്റ്റൻ്റ് പ്ലാന്റേഷൻ മാനേജർ, അഗ്രികൾച്ചറൽ റിസർച്ച് സയൻറ്റിസ്റ്റ്, ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്, അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്ലാന്റ് ലീഡർ, സീഡ് സയൻറ്റിസ്റ്റ്, ഇങ്ങനെ തുടങ്ങി ധാരാളം മേഖലകളിൽ ജോലി സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിൽ അഗ്രികൾച്ചർ കോഴ്സ് പഠിക്കാനായി പോകുന്ന ഒരു വിദ്യാർത്ഥി പരമപ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ
ജോയിൻ ചെയ്യാൻ പോകുന്ന കോളേജിൽ ഐക്കർ, അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിൻ്റെ അംഗീകാരമുണ്ടോ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഐക്കർ ഇല്ലാത്ത ഒരു കോളേജിലാണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ സ്വന്തം സംസ്ഥാനത്തിൽ ഗവൺമെൻറ് ജോലി ലഭിക്കുക എന്ന് പറയുന്നത് ഒരു നടക്കാത്ത കാര്യം തന്നെയാണ്. ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം. കേരളത്തിൽ നിന്നുമാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ സംസ്ഥാനത്തിൽ ഗവൺമെൻറ് ജോലി ലഭിക്കുക എന്ന് പറയുന്നത് ഒരു നടക്കാത്ത കാര്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അഗ്രികൾച്ചർ കോഴ്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് 4ാം വർഷം കൊടുക്കുന്ന ഒരു സുപ്രധാന പ്രോഗ്രാമാണ് റാവെ. റാവെ എന്നാൽ റൂറൽ അഗ്രികൾച്ചറൽ വർക്ക് എക്സ്പീരിയൻസ് എന്നാണ്. ഇത് പല കോളേജുകളിലെയും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. റാവെ എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ അഗ്രികൾച്ചർ കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഐക്കർ, തമിഴ്നാട്ടിലെ മിക്കവാറും കോളേജുകൾ ഐക്കർ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. തമിഴ്നാട്ടിലെ 2ഓ 3ഓ കോളേജുകൾക്ക് മാത്രമേ ഐക്കർ അംഗീകാരമുള്ളൂ. നിങ്ങൾ അഗ്രികൾച്ചർ കോഴ്സായാലും വെറ്റിനറി ആയാലും എല്ലാവിധ ഗവൺമെൻറ് അംഗീകാരങ്ങളുമുള്ള കോളേജിൽ പഠിക്കുന്നതിലേക്കായി നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.